ഹായ്, പേരെന്താ? അജീഷ. അക്ഷയ. IFFK ഇത് ഫസ്റ്റ് ടൈം ആണോ? അല്ല, ഫസ്റ്റ് ടൈം. തേർഡ്. ഓക്കെ. ഈ 3 വർഷം വന്നു കഴിഞ്ഞിട്ട് IFFK എങ്ങനെയുണ്ട്? 3 തൊട്ടത് ഈ വർഷത്തെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട. ഫസ്റ്റ് ടൈം. ഓക്കെ, ഇന്ന് IFFKയുടെ ലാസ്റ്റ് ഡേയ്സ് ആണല്ലോ. അപ്പം എന്താ തോന്നുന്നത്? വിഷമാണോ? തീരെയല്ലേ? എനിക്ക് സന്തോഷം. എനിക്ക് ഭയങ്കര വിഷമം. എന്നാലും കുറെ ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ വൈബ് അടിച്ച് നടക്കായിരുന്നു. ഇനി വെറുതെ ക്ലാസ്സിന് പോകണം, പരിപാടിയൊന്നും ഇല്ലല്ലോ. എനിക്ക് സന്തോഷം. ഇനി വിളിക്കൂലല്ലേ? അങ്ങനെയല്ലേ? ഇവിടെ രാവിലെ വിളിച്ചെനിക്കില്ല, വാ നമുക്ക് പോവാ, ഇങ്ങനെ ഇവിടെ വൈബ് അടിക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കട്ടെ. നാളെ തൊട്ട് വിളിക്കൂലല്ലോ. വൈബ് അടിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ ആറ്. പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയ? പുതിയ ഫ്രണ്ട്സ് എല്ലാം പുതിയ ഫ്രണ്ട്സാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ IFFKയിൽ വരുന്ന സിനിമകൾ, ഇഷ്ടംപോലെ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമകൾ ഏതെങ്കിലും കാണണമെന്ന് താല്പര്യം തോന്നിയിട്ടുണ്ടോ? താല്പര്യമുണ്ട്, പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റൂല. എനിക്ക് കാണണമെന്നില്ല, എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമില്ല, വെറുതെ ഇരുന്ന്. പൈസ ആകുന്ന ഒരു ടൈമിൽ IFFK ആണോ? ഇല്ല, കാണൂല. അതെന്താ? അപ്പൊ ഇൻട്രസ്റ്റ് കാണൂല. IFFKയുടെ ലാസ്റ്റ് ഡേയ്സ് എന്ന നിലയ്ക്ക് അടുത്ത വർഷം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, IFFKയുടെ ഈ ഒരു കുറെ തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ടാഗോർ. ഈ ടാഗോറിൽ ഇപ്പൊ പരിചയപ്പെട്ടതിൽ എല്ലാരിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. ആണി വിഴിഞ്ഞത് അത് നല്ല ഇഷ്ടമായി. പിന്നെ ആ നൂല് ആണി വിഴിഞ്ഞതാണ് ഇഷ്ടപ്പെട്ടത്. കളക്ഷൻ എടുത്തതിനകത്ത് ഏറ്റവും നന്നായിട്ട് തോന്നിയത് എന്താണ്? കളക്ഷൻ നല്ല കളക്ഷനാണ്, പക്ഷെ ഒരാൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കില്ല ഗൈസ്. ഓക്കെ, അതല്ല, എന്ത് ടൈപ്പാണ് നോക്കുന്നത്? ഡ്രസ്സിങ് എന്നാൽ ഓരോരുത്തരുടെ ഡ്രസ്സിങ് ഒക്കെ നോക്കാം. എന്നാൽ നമുക്ക് വെറൈറ്റി ആയിരുന്നു, എല്ലാവരും ഡ്രസ്സിങ് ഉള്ളായിരുന്നു. വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതൊന്ന് പറയാമോ? ഐ മീൻ ഡ്രസ്സ്. ഇതോ ആ ചേണ്ട ഡ്രസ്സാ, ആ പുള്ളിക്കാരൻ്റെ ഒന്ന് കാണിച്ചേ. ആ പുള്ളിക്കാരൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ, കോസ്റ്റ്യൂം. അതുപോലെ തന്നെ ബോയ്സിന്റെ മാത്രമല്ല, ഗേൾസിനാണ് ഏറ്റവും കൂടുതലുള്ള. പിന്നെ കണ്ണാടി വിൽക്കാൻ വന്ന ചേച്ചിയുടെ ഡ്രസ്സൊക്കെ. കണ്ണാടി വിൽക്കുക അവിടെ. പക്ഷെ ഒരു പരിധിവരെ ഇപ്പൊ സോഷ്യൽ മീഡിയാസിൽ ഇപ്പൊ ഈ IFFKയിൽ വരുന്നവരുടെയൊക്കെ ഡ്രസ്സിനെ പറ്റി ട്രോളൊന്നൊക്കെ ഉണ്ട്. അത് മണ്ടന്മാരാണ്, അവരോരോ ഇഷ്ടമാണ്. അവരോരോ ഇഷ്ടമാണ് ഡ്രസ്സിങ് ഒക്കെ. ഡ്രസ്സിങ് അതിനെ പറ്റി ട്രോളുന്നുണ്ട്. ഡ്രസ്സ് ഇത് നമ്മുടെ ഇഷ്ടം, അവർക്കൊരു ഇതല്ലേ ട്രോൾ. അത് തന്നെ അവരുടെ റീച്ചിന് വേണ്ടി അവർ ട്രോളുന്നു, അത് നമുക്ക് ഉപഹാരമാകുന്നു. ഈ കളക്ഷൻ അല്ലാതെ ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തു? പൈസ ഇല്ല സ്മോഗി അത് കഴിച്ചായിരുന്നു, പക്ഷെ പിന്നെ വെറുതെ വീഡിയോ ഒക്കെ എടുക്കാൻ കൊള്ളത്തില്ല. അങ്ങനെ 100 രൂപ പോയി ഗൈസ്, തിരിച്ചെടുത്തോ. 5 രൂപ പൊരിയിൽ പുക കിട്ടതാണ്. ചീറ്റോസ് അത് കഴിച്ചു, പിന്നെ ഐസ്ക്രീം കുടിച്ചു. പിന്നെ ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആണ് സംഭവങ്ങൾ എന്നാണ്. പക്ഷേ ഈ ഗേറ്റ് കഴിഞ്ഞാൽ കോസ്റ്റ്ലി ഒന്നുമല്ല, ഈ ഗേറ്റിനകത്ത് കോസ്റ്റ്ലിയാണ്. ഓക്കെ, ഈ ഗേറ്റിന്റെ പുറത്തുള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ട് റോസ് മിൽക്ക്. സത്യം പറഞ്ഞാൽ കൊള്ളില്ല. അവിടെ അതിന്റെ തൊട്ടടുത്തുള്ള ഇത് കൊള്ളാം, എന്തോന്നാ കട്ട്ലറ്റ് നൈസ് ആയിരുന്നു ടേസ്റ്റ്. എത്ര സിനിമകളുണ്ട് IFFKയിൽ? ഞാൻ 11ഓളം സിനിമകൾ കണ്ടു. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ഇന്നലെ നിശാഗന്ധിയിൽ പ്ലേ ചെയ്തൊരു സിനിമയാണ് ഇഷ്ടപ്പെട്ട ഏറ്റവും. മിഡ് നൈറ്റ് ഷോ ആയിട്ടുള്ളത് കൊള്ളായിരുന്നു. നമ്മൾ ഇപ്പം മലയാള സിനിമകൾ IFFKയിലേക്ക് വരുന്ന എണ്ണം കുറയുന്നുണ്ട്, അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഐ മീൻ എൻട്രികൾ വരുന്നത്, അല്ലെങ്കിൽ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മലയാള സിനിമ IFFKയിൽ വരുന്നത് കുറവാണെന്ന് പറയാനായിട്ട് കഴിഞ്ഞ വർഷത്തോളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കൂടുതൽ സിനിമ. പിന്നെ ഈ എൻട്രികളെന്ന് പറയുമ്പോൾ അത് കൊമേഴ്സ്യൽ, ഇവിടെ മലയാള സിനിമ ഇപ്പോൾ എന്താണ് കൂടുതലും കൊമേഴ്സ്യൽ മൂവീസിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം മലയാളം മൂവീസ് കുറവായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇടുന്ന സിനിമ പോലും നമുക്ക് റിസർവ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ കാതലൊക്കെ തിയേറ്ററിന് റിലീസായതിനു ശേഷമാണ് IFFKയിൽ വന്നത്. പക്ഷെ എന്നിട്ട് പോലും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നമുക്ക് കാണാൻ പറ്റിയില്ല. പാട്ടുമായിരുന്നാൽ പോലും കാണാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ വിഷമമുണ്ട്. പിന്നെ ഷോയുടെ കാര്യം, ഷോയുടെ ടൈം ഷെഡ്യൂൾഡ് ഒക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു മൂവി ഒരു തിയേറ്ററിൽ നിന്ന് അൺറിസർവ്ഡായിട്ട് നിന്നിട്ട് അത് കണ്ട് തീർക്കാൻ അത് സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയി മാറി വേറെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. അവിടെ പിന്നെ ഒരുപാട് നേരം കാത്ത് നിന്നിട്ട് വേണം അടുത്ത സിനിമ കാണാൻ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ആലോചനമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത വർഷത്തെ IFFKയിൽ വരുമ്പോൾ എന്ത് മാറ്റമാണ് നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ
അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരണം തോന്നിയിട്ടുള്ളത്? IFFK അടുത്ത വർഷം വരുമ്പോഴെന്ന് പറയുമ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു IFFK, ഒരു വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു IFFK തിരിച്ചു വരണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ടാഗോറിലായിരുന്നു പരിപാടി, പ്രദീപ് കുമാറൊക്കെ വന്ന് പാട്ടുകാരനൊക്കെ വന്നപ്പോൾ ഭയങ്കര നല്ല രീതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മാനവീയത്ത് വെച്ചപ്പോൾ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ IFFK നടക്കുന്നത് ഒരു തിയേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തല്ലേ, അപ്പം അത് ഇവിടെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. അത് മാനവീയം എന്ന് പറയുമ്പോൾ അത് നമ്മളെ പോലത്തെ യങ്സ്റ്റേഴ്സിന് ചില്ല് ചെയ്യാൻ വേണ്ടി അല്ലാതെ തുറന്നു കൊടുത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ പരിപാടിയും മാനവീയം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് വയ്ക്കുന്നേക്കാളും ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു തിയേറ്റർ ഒക്കെ ചുറ്റുപറ്റിയല്ലേ നമ്മുടെ IFFK നടക്കണം. അപ്പോൾ IFFK ആ ഒരു വേദിയിൽ എവിടെയെങ്കിലും വെച്ച് ഇതുപോലെ നമ്മുടെ ഈ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും പാട്ട് പാടാനും അങ്ങനത്തെ പരിപാടികളൊക്കെ വയ്ക്കുമ്പോൾ അതങ്ങനെ വെക്കുന്നത്. ടാഗോറിൽ കഴിഞ്ഞ പ്രാവശ്യം ആ പരിപാടി കൊള്ളായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടാഗോറിലെ വൈബ് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. 100% കഴിഞ്ഞ പ്രാവശ്യത്തെ വൈബ് മിസ് ചെയ്യുന്നു. അത് എല്ലാവരും ഇവിടെ വന്ന ഭൂരിഭാഗം ആൾക്കാരും അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ആ ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞത് രാത്രി പരിപാടിയൊക്കെ മാനത്ത് വെച്ചത് ഒരു ടാഗോർ തന്നെയായിരുന്നു പൊളിയല്ലേ എന്നുള്ളൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് നമ്മൾ അതായത് എല്ലാ വർഷവും നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പ്, പുതിയ സൗഹൃദങ്ങൾ, കണക്ഷൻസൊക്കെ കിട്ടുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവരൊക്കെ ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ടോ, അതോ അവരായിട്ട് ഒരു ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്ന ആളാണോ? ഇവിടെ വരുമ്പോൾ ആ പരിചയമൊക്കെ പുതുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നല്ല പരിചയപ്പെടുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെയൊക്കെ സംസാരിക്കും. അല്ലെങ്കിൽ ആ സമയത്തുള്ള ഹായ് ബൈ ബന്ധമായിരിക്കും. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ ഹായ് ബൈ ബന്ധമാണെങ്കിൽ പോലും നമുക്ക് ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ മനസ്സിലായി ഇങ്ങനെ ചോദിക്കും നമ്മൾ, അത് നമ്മൾ നേരത്തെ അറിയാവുന്നതല്ല. അപ്പോൾ പിന്നെ മുമ്പുണ്ടായിരുന്ന പരിചയം വീണ്ടും കാണുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പിന്നെ നല്ല പരിചയമാണ്. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിരുന്നിട്ടൊന്നുമില്ല, നല്ല സുഹൃത്ത് ബന്ധം അതുവഴി സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടേതായ കുറച്ച് വർക്കുകളൊക്കെ വരുമ്പം അതിനൊക്കെ നമ്മൾ ചില വിളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ബ്രോ കണ്ടിട്ടുള്ളതിൽ ഈ വർഷം ഒരു മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂവി അല്ലെങ്കിൽ ഒരു ആക്ടർ, ഒരു ഇൻസിഡൻറ്റ്, സിനിമ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ടെറസ്റ്ററിയൽ എന്നും പറഞ്ഞൊരു പടം കണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോൺവെർസേഷൻ ബേസ് ഒരു ഡോക്യുമെൻ്ററി ടൈപ്പ് ഓഫ് രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈച്ച് ആൻഡ് എവരി ആക്ടേഴ്സ് നല്ല രീതിയിലായിരുന്നു പെർഫോം ചെയ്തത്. അപ്പോൾ അത് ഇൻ കേസ് ഒരു പർട്ടിക്കുലർ റിലീജിയനകത്തുള്ള പോരായ്മകൾ ഇപ്പം പറയുന്നുണ്ട്, ഹിജാബ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ചോയ്സാണ് എന്നുള്ള രീതി പറയുമ്പോഴത്തേക്കും അവർ തന്നെ അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു രീതിയൊക്കെ അതിനകത്തെടുത്ത് കാണിച്ചിട്ടുണ്ട് ആ പുറത്തുള്ള കൺട്രീസിൽ. അത് നല്ലൊരു ഇതായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് അവർ വേറൊരു മൾട്ടി യൂണിവേഴ്സിൽ ജീവിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിലാണ് തോന്നിയത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റിലീജിയനിലെ ആൾക്കാർ ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും, ഒരു സ്കൂളായിരിക്കും, കോളേജായിരിക്കും, അവിടെ നടക്കുന്ന അനാസ്ഥകൾ. അപ്പം ആ പിള്ളേർ അതിൽ ഇടപെട്ട് പോകുമ്പോൾ അവരുടെ ചെറിയ കൊച്ചു റിലേഷൻഷിപ്സ് കാര്യങ്ങൾ അത് കോമൺ ആയിട്ടുള്ള ആ കാര്യങ്ങൾ അധ്യാപകർ പിടിക്കുമ്പോൾ അധ്യാപകർ അവർ ചൂഷണം ചെയ്യുന്നത്. അപ്പം ആ ചൂഷണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അധ്യാപകരെ ഇതേപോലത്തെ പേഴ്സണൽ കാര്യങ്ങൾ ഇവർ വീഡിയോ ചെയ്തിട്ട് അത് അവർ തിരിച്ച് ചൂഷണം ചെയ്യുന്ന രീതി, അതൊക്കെ ഒരു പർട്ടിക്കുലർ നമ്മുടെ നാട്ടിലെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട സമയമായി എന്നുള്ളൊരു കാണിക്കുന്ന ഒരു സിനിമയാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ റിലീജിയൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു കമ്മ്യൂണിറ്റീനെയൊക്കെ ബേസ് ചെയ്ത് സിനിമകൾ ഇറക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ആ ഒരു എതിരായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റികൾ ഇഷ്ടംപോലെ കാണും. ഇപ്പോൾ കാതലിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ബ്രോ പറഞ്ഞ സിനിമയെ എതിർക്കുന്ന അവരുടെ ആ ഒരു റിലീജിയൻ കാണും. അപ്പം അവരെ പോലെയുള്ളവർ കാരണം നമ്മുടെ നല്ല സിനിമകളെ ഇറക്കാൻ പറ്റാതെ പോകുന്ന ഡയറക്ടേഴ്സ്, ഇല്ലെങ്കിൽ അങ്ങനെ പേടിച്ച് പിന്മാറേണ്ടി വരുന്ന ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനത്തെ സിനിമകൾ നഷ്ടമാകുമ്പോഴുള്ള ഒരു സിനിമാ പ്രേമിക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാനൊരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ മൂവി അല്ലാത്ത മൂവീസ് അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. അപ്പം പൈസ പിടിക്കാനാണെങ്കിൽ, പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനത്തെ മൂവി ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി നമുക്ക് ആ സിനിമ എടുക്കാനുള്ള പൈസ അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നമുക്കുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം പറയുന്നതിന് ആ സിനിമ എടുക്കണം. അത് ആര് കാണണമെന്നല്ല അവരുടെ ചോയ്സാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം പറയാനാണ് സിനിമ എടുക്കുന്നതെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പം അത് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. അന്ന് പറഞ്ഞു വെച്ചത് ഇപ്പം
എനിക്കൊരു ബുക്കൊക്കെ വായിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ഞാൻ മുറാക്കാമി ബുക്ക്, കഫ്കേൻ്റെ ബുക്കുകളൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പം ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ എഴുതിയ എഴുത്ത് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത പക്ഷം അയാളത് കത്തിച്ചളയാണ് ചെയ്യണത്. പക്ഷേ അയാൾ ചില പുസ്തകങ്ങൾ കത്തിച്ച് കളയാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് പുള്ളിയുടെ മരണശേഷം അതിനുശേഷം അത് റിലീസായി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അത്രത്തോളം വലിയ റൈറ്റർമാരുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അത് ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഒരു ന്യൂനപക്ഷത്തിലുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളെ എതിർക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ഇങ്ങനെ സംസാരിക്കുകയോ, അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി, അത് എല്ലാവരും കാണാൻ വേണ്ടി ചെയ്യണമെന്നല്ല, പക്ഷെ നമ്മുടെ രാഷ്ട്രീയം നമ്മൾ പറയാൻ വേണ്ടി ചെയ്യണമെന്നാണ് എൻ്റെ താല്പര്യം. ഓക്കെ ബ്രോ, ഇപ്പോൾ കുറേ പുസ്തകങ്ങൾ വായിക്കുന്ന, സിനിമകൾ കാണുന്നതാണ്. അപ്പം സിനിമകൾ കണ്ടിട്ടുള്ളതിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് തോന്നിയതാണ്? സോഷ്യലി ഇപ്പോൾ IFFK കണ്ടതാണ്. IFFK അല്ല, ഏത് ഈ വർഷം കണ്ട സിനിമകളിൽ? ഈ വർഷം കണ്ട സിനിമകളിൽ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നല്ല, ഉണ്ട്, സിനിമകൾ കണ്ടിട്ടുണ്ട്. കൂടുതൽ തമിഴ് മൂവീസാണ് ബ്രോ. ഞാൻ ചിന്തിച്ചത് മലയാള മൂവീസിലുണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ എടുത്തു പറയാൻ സോഷ്യൽ റിലവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പറയുന്ന പടം ഉണ്ടെന്ന് പറയുമ്പം ഒരു പൊളിറ്റിക്കൽ സറ്റയറിനെ പറ്റി പറയുന്ന കാണുമായിരിക്കും. അങ്ങനെ വരുമ്പം തുറമുഖം ഒക്കെ ഒരു കണ്ടതായിരുന്നു. സത്യത്തെ മട്ടാഞ്ചേരിയുള്ള നടന്നൊരു പ്രതിഷേധം അല്ലെങ്കിൽ ആൾക്കാർ മറന്നുപോയ സത്യം, അതാണ് അതിൽ പറയുന്നത്. പക്ഷെ അത് ഇവിടെ വലുതായിട്ടൊന്നും ഓടിയില്ല പടം. പക്ഷേ തമിഴ് മൂവീസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വെട്രിമാരൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഡയറക്ടറാണ്. ഓരോ വർഷവും നമ്മളെ മലയാള സിനിമകൾ, അതായത് മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലയാള സിനിമകളുടെ ഒരു നിലവാരം കുറഞ്ഞു പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? സിനിമ ഞാൻ പറയട്ടെ, സിനിമ പല രീതിയിൽ നമുക്ക് കാണാം. ഒരു കൊമേഴ്ഷ്യൽ മൂവീസ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഡ്രാമ അങ്ങനത്തെ മൂവീസൊക്കെ എടുക്കുന്ന കാര്യത്തിൽ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. മലയാളം സിനിമ പൊളിയാണ്, അതിനവർ ഒരു മാറ്റമില്ല. കൊമേഴ്ഷ്യൽ മൂവി എടുക്കാൻ മലയാള സിനിമ ഇപ്പോഴും പൊളിയാണ്. പക്ഷേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ പോരാടുന്ന ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടില്ലേ കാതലിറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഒരു ടോക്സിക് പാട്രിയാർക്കി എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇപ്പം ഭയങ്കര ക്ലിക്കാണ് അതിനകത്തൊക്കെ. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പറ്റ ആൾക്കാർ, ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് മലയാള സിനിമകൾ ഇല്ലെങ്കിൽ സിനിമകളെ മോശമാക്കി കാണിക്കുമ്പോൾ ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് ബ്രോയ്ക്ക് എന്താ തോന്നണേ? മലയാള സിനിമയെ മോശമാക്കി കാണിക്കുന്ന രീതിയിൽ ഓരോരുത്തർ ചെയ്യുമ്പം അതല്ല, ഞാൻ എന്താ വെച്ചെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി സാറിനെ വരെ വളരെ മോശമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൂടെയും സോഷ്യൽ മീഡിയാസിലൂടെ മോശമാക്കി കാണിച്ചിട്ടുണ്ട്. അത് അവരുടെ വീട്ടുകാരെ വരെ പറ്റി വരെ സംസാരിച്ചിട്ടായിരിക്കും അവർ ഓരോ കമൻറ്റ്സ് ഇടുന്നത്. അങ്ങനെ ഭയങ്കര ടോക്സിക് ആയിട്ടായിരിക്കും അവർ ഓരോ കമൻറ്റ്സ്, എന്ത് പോസ്റ്റ് വരുമ്പോഴും അതിനകത്ത് ഓരോന്നിനകത്ത് ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള ഭയങ്കര കമൻറ്റ്സ് ഇടുമ്പോൾ ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് കാണണമെന്ന് തോന്നുന്നത് അവർക്ക് വരെ ചിലപ്പോൾ ഒരു ഡബിൾ മൈൻഡ് ചിന്തിക്കുന്ന രീതിയിലുള്ള കമൻറ്റ്സാണ് അവരിടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് ബ്രോയ്ക്ക് എന്താ തോന്നണം അവരോട്? അവരെ പോലുള്ളവർ കാരണം മലയാള സിനിമകൾ മോശമാക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ മോശമാക്കുന്നു, സിനിമയെ മോശമാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? സിനിമയെ മോശമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനെ പറ്റി അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് സിനിമ എന്തെടുക്കണം, സിനിമയിലൂടെ എന്ത് സംസാരിക്കണം എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ ആളുടെ തീരുമാനമാണ്. അത് എഴുതുന്ന ഡയറക്ടർ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, ആ ഗ്രൂപ്പ് ഓഫ് സെറ്റായറിലുള്ള ആൾക്കാർ, അവരുടെ ചിന്താഗതി, അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളതാണ് അവരല്ല. അപ്പം ബാക്കി ആര് അക്സെപ്റ്റ് ചെയ്യുന്നു, ആര് റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ദേ ഡോണ്ട് കെയർ. അവർ എന്താണ് നോക്കണം, അവരെ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ, അത് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു അതിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ആവുന്നില്ല. അതിൻ്റെ പേരിൽ ആ വ്യക്തിയെ ഭയങ്കര അറ്റാക്ക് ചെയ്യുക, ഒരു സൈബർ അറ്റാക്ക് ചെയ്യുക, അവരുടെ ഒന്നും അറിയാതെ അവരുടെ കുടുംബത്തിൻ്റെ പേരിലേക്ക് അറ്റാക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര മോശം പ്രവണതയാണല്ലോ. അതിനെപ്പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി എന്ന് പറയുമ്പം ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്താണ്, അവരൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതുപോലെ വന്ന് ഓരോ ആൾക്കാരെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇപ്പം മമ്മൂട്ടി സാറിനെ പറ്റിയാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ്. അവർ ഒരു റിയൽ ID എന്ന് വന്ന് സംസാരിക്കാൻ ഭൂരിഭാഗം പേരും ശ്രമിക്കാറില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആരും പേടിച്ച് പോയിട്ടൊന്നുമില്ല, ആരും പേടിക്കത്തൊന്നുമില്ല. അതിപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനെ തിരിച്ച് ഡിഫെൻഡ് ചെയ്ത് ഒരുപാട് പേര് റിപ്ലൈ കമൻറ്റ് കൊടുക്കുന്നുണ്ട്. ഞാനും ഒരുപാട് റിപ്ലൈ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ആർക്കും പറ്റത്തൊന്നുമില്ല കേട്ടോ, അതെനിക്ക് പറയുള്ളൂ. അത് ന്യൂനപക്ഷം ഉള്ള എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം എന്തോന്നു ഇവിടെ
നമ്മൾ എന്തുമാത്രം പോരാടിയാണ് ഈ ഓരോരുത്തർ കയറി വന്നത്. നമ്മുടെ ഒരു സെറ്റായർ തന്നെ നശിപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത്. ആ ഒരു മുതലാളിത്തം കീഴാളിത്തം എന്നുള്ള ആ ഒരു ബേസിക് കോൺസെപ്റ്റ് തന്നെ നശിച്ചാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു ലൈംഗിക ന്യൂനപക്ഷത്തെ എല്ലാ കാലമൊന്നും അങ്ങനെ അടിച്ചു നിർത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അത് അവരുടേതായ കാലഘട്ടം വരുമ്പോൾ അവർ കയറി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എനിക്ക് ഇന്ന് IFFKയുടെ ലാസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ഈ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഓൾമോസ്റ്റ് എങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ മിസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ സൗഹൃദങ്ങൾ എല്ലാത്തിനെയും പറ്റി ഒരു ഓവറോൾ എന്ന് പറയാം. ഇനിയിപ്പോൾ അവസാന ദിവസമല്ലേ, അപ്പം നാളെ തൊട്ട് മിക്സ് ചെയ്യും. പിന്നെ ബാക്ക് ടു നോർമൽ ലൈഫ് അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല.